വിദ്യാർത്ഥികളുടെ സർഗശേഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുസ്തക കമ്മിറ്റി രൂപീകരിച്ച് തെരഞ്ഞെടുക്കുന്ന രചനകൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലെ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ വേദിയിൽ തളിപ്പറമ്പ് മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുമായി നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിലെ തളിപ്പറമ്പ് ഹാപ്പിനെസ് ഫെസ്റ്റിവൽ വേദിയിൽ വിദ്യാർത്ഥികളുമായി നടന്ന മുഖാമുഖം പരിപാടിയിൽ വിദ്യാഭ്യാസ രംഗത്തെ നിർണായക പ്രഖ്യാപനവുമായി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികളുടെ സർഗശേഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുസ്തക കമ്മിറ്റി രൂപീകരിച്ച് തെരഞ്ഞെടുക്കുന്ന രചനകൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് പുസ്തകം സ്വന്തമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് കഴിയുന്നില്ല. അത് മാത്രമല്ല, വലിയ പുസ്തകശാലകൾ, പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് തയ്യാറാകുന്നു. അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം 100 കുട്ടികളുടെ സ്ഥലത്ത് ഇത് പുസ്തകം പ്രദർശിപ്പിച്ചു. അടുത്ത വർഷം മുതൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് പുസ്തകം എഴുതുന്ന ഒരു കമ്മിറ്റിയുടെ മുന്നിൽ ആ പുസ്തകം പരിശോധിച്ച ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട പുസ്തകങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പ്രിന്റ് ചെയ്ത് ഞങ്ങളുടെ ചെലവിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിന് അത് മാത്രമല്ല നിങ്ങൾ കുട്ടികൾ എഴുതുന്ന പുസ്തകം കേരളത്തിലെ എല്ലാ സ്കൂൾ ലൈബ്രറികളിലും വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കൊടുക്കുന്നതാണ്. സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ രചനകൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച് സ്കൂൾ ലൈബ്രറികളിൽ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾ രചിക്കുന്ന പുസ്തകങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന കടന്നപ്പള്ളി GHSS സ്കൂളിലെ ലക്ഷ്മിക മനോജിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം വിദ്യാർത്ഥികൾ വിദേശത്ത് ഉപരിപഠനത്തിനായി പോകുന്ന പ്രവണത കുറയ്ക്കുന്നതിനെക്കുറിച്ച് സദസ്സിൽ ചോദ്യമുയർന്നു. നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംവിധാനമാണ് കേരളത്തിലുള്ളതെന്നും പൊതുവിദ്യാഭ്യാസം, തൊഴിൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾ ചേർന്ന് മികച്ച സംവിധാനങ്ങളാണ് സംസ്ഥാനത്തൊരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വളർന്നുകൊണ്ടിരിക്കുന്ന വിജ്ഞാന ശൃംഖലയ്ക്കനുസൃതമായി പാഠപുസ്തകങ്ങൾ എല്ലാ വർഷവും പരിഷ്കരിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് ലഭിക്കുന്ന സംവിധാനം സംസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ആലോചനകൾ നടത്തുമെന്നും കുട്ടികളിലെ കാർഷിക താൽപര്യം വളർത്തിയെടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും വിവിധ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി മന്ത്രി പറഞ്ഞു. MV ഗോവിന്ദൻ മാസ്റ്റർ MLA അധ്യക്ഷനായി. വിദ്യാർത്ഥികളിലെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുകയെന്ന വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി തളിപ്പറമ്പിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കില സ്റ്റേഡിയം ഒരുങ്ങുന്നുണ്ടെന്നും വിദ്യാലയങ്ങളിലും പഞ്ചായത്തിലും കളിക്കളങ്ങൾ നിർമ്മിക്കുന്നതിന് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പോലുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്നുണ്ടെന്നും MLA പറഞ്ഞു. 30 സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 200-ലധികം വിദ്യാർത്ഥികൾ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ D. ഷൈനി, തളിപ്പറമ്പ് DEO വന്ദന സുരേന്ദ്രൻ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ KB രാജേഷ്, കൾച്ചറൽ കമ്മിറ്റി വൈസ് ചെയർമാൻ PO മുരളീധരൻ എന്നിവർ പങ്കെടുത്തു.